തീർച്ചയായും അതെ. പി വി അൻവർ MLA ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കേവലം പോലീസിനെതിരെയോ ആഭ്യന്തര വകുപ്പിനെതിരെയോ പി ശശിക്കെതിരെയോ മാത്രമല്ല, അത് നേരെ ചെന്ന് പതിക്കുന്നത് CPM ആണ്. CPMൻ്റെ നയത്തിന് എതിരെയാണ്, CPMൻ്റെ നേതാക്കൾക്ക് എതിരെയാണ് പരോക്ഷമായി. കാരണം പി വി അൻവർ കഴിഞ്ഞ 2 ദിവസമായി ഉന്നയിക്കുന്ന അതീവ ഗുരുതരമായ കാര്യങ്ങളെ എതിർക്കാനോ വിമർശിക്കാനോ തടയാനോ ഒന്നും CPMന് കഴിയുന്നില്ല എന്നുകൂടി വ്യക്തമാകുന്നു. കാരണം ആദ്യം തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുത്തപ്പോൾ പി വി അൻവറിൻ്റെ ആരോപണത്തെ അദ്ദേഹം ഒരു ഘട്ടത്തിലും തള്ളി പറയുന്നില്ല. മാത്രമല്ല, ഗുരുതരമായ ആരോപണമാണ്, അത് അന്വേഷിക്കേണ്ട ആരോപണമാണ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ വീണ്ടും ഇത് ആവർത്തിക്കുന്നു. ഇത് ഗൗരവമുള്ള വിഷയമാണ്, അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഇതിൻ്റെ ഗൗരവം മനസ്സിലായിരിക്കുന്നു. അതായത് അജിത് കുമാറിനെ തള്ളിക്കൊണ്ടും അതോടൊപ്പം തന്നെ പി വി അൻവർ MLA പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുമാണ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ MR അജിത് കുമാറിന് മുഴുവൻ പിന്തുണയും നൽകിയ പി ശശിയുടെ കാര്യം എന്താകും എന്നതാണ് അടുത്ത ചോദ്യം. പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുമായി വളരെ പ്രവർത്തിക്കുന്ന ആൾ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പമുള്ളയാൾ. ആ അന്വേഷണം സ്വാഭാവികമായും എത്തിച്ചേരുക പി ശശിയിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ പി ശശിക്കെതിരെ നടപടി ഉണ്ടാകുമോ, പി ശശിയെ കൂടി തൽസ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് ഉയർന്നത്. സ്വാഭാവികമായും ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. MR അജിത് കുമാറിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് പി ശശിയാണ് എന്ന് ആവർത്തിക്കുന്നുണ്ട് അൻവർ. അതുമാത്രവുമല്ല, പിന്നീട് നടക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അൻവർ തൻ്റെ ആത്മവിശ്വാസം ഒട്ടും തന്നെ കൈവിടാതെയാണ് ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല, നാളെ മുഖ്യമന്ത്രിയെ കാണും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നതിലെ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം AKG സെന്ററിന് നേരെ നടന്ന ആക്രമണത്തിൽ അവിടുത്തെ പാളയത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കൊടുക്കുന്നതിന് വേണ്ടി പോലീസ് ശ്രമിച്ചു എന്നതാണ്. PI ബിനുവിൻ്റെ പേരിൽ ഈ ആരോപണം വരികയും അതിനുശേഷം അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒളിവിൽ പോകേണ്ടിയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കേവലം പോലീസിന് നേരെയോ ആഭ്യന്തര വകുപ്പിന് നേരെയോ മാത്രമല്ല, അത് CPMനും CPMൻ്റെ നേതാക്കന്മാരെയും കൂടി ബാധിക്കുന്ന തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ശരി, ശ്രീ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.